ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നാടെങ്ങുമുള്ള തൊഴിൽ നിഷേധവും അവകാശ ലംഘനങ്ങളും വാർത്തയാക്കുകയും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും മാധ്യമ മേഖലയിൽ പലപ്പോഴും നിലനിൽക്കുന്നത് കടുത്ത അവകാശ ലംഘനങ്ങളാണ്. കേരളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഇന്ത്യ വിഷനിലെ ജീവനക്കാർക്ക് 5 മാസ ശമ്പളവും കുടിശ്ശികയാണെന്ന ഞെട്ടിക്കുന്ന വാസ്തവം മാധ്യമലോകത്ത് ഒരു വാർത്ത പോലുമല്ലാതായിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനും താമസിക്കുന്ന വീടിന് വാടക നൽകാനും സ്വന്തം വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരികയാണ് ജീവനക്കാർ. ഗത്യന്തരമില്ലാതെ ചാനലുടമ മന്ത്രി ഡോക്ടർ MK മുനീറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി മാധ്യമപ്രവർത്തകർ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. നാദാപുരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ SYSന്റെ കളക്ടറേറ്റ് ഉപരോധം. പാറക്കടവ് ദാറുൽ ഹുദ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവം. അന്വേഷണത്തിലെ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ക്രൈംബ്രാഞ്ച് ഓഫീസ് മാർച്ച്. വനപാലകനെ വെടിവെച്ചു വന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും. വാർത്തകൾ വിശദമായി. കോഴിക്കോട് താമരശ്ശേരിയിൽ വനപാലകനെ വെടിവെച്ച കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. വനപാലകർക്ക് സുരക്ഷയ്ക്കായി ആയുധം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ കോടതി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. താമരശ്ശേരി റേഞ്ചിൽ പുതുപ്പാടി സെക്ഷനിലെ ഫോറസ്റ്റ് ഗാർഡ് ദേവദാസിനെ ഡ്യൂട്ടിക്കിടെ വെടിവെച്ചു കൊന്ന കൂട്ടാല മമ്മദിനാണ് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കൊലപാതക കുറ്റവും ആയുധ നിയമത്തിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യയിൽ 3 ലക്ഷം രൂപ ദേവദാസിന്റെ ഭാര്യയ്ക്കും ഓരോ ലക്ഷം രൂപ വീതം ദേവദാസിന്റെ അമ്മയ്ക്കും മക്കൾക്കും നൽകാൻ കോടതി ഉത്തരവിട്ടു. 18 വയസ്സ് പൂർത്തിയാകും വരെ ദേവദാസിന്റെ മക്കളുടെ പഠന ചിലവുകൾ വനംവകുപ്പ് വഹിക്കണം. രാത്രി സമയത്തടക്കം കാട്ടിൽ ജോലി ചെയ്യുന്ന വനപാലകരുടെ സുരക്ഷയ്ക്കായി ആയുധം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ദേവദാസിന്റെ അമ്മ ജാനമ്മ പറഞ്ഞു. പോയി സന്തോഷമുണ്ട്. പിന്നെ മോനെ കിട്ടിയല്ലെങ്കിലും പിന്നുള്ളവർക്കാർക്ക് ഈ ഒരു വിധി വരാണ്ടിരിക്കട്ടെ, സമാധാനം. 2010 മാർച്ച് 25-നാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാട്ടിൽ നായാട്ട് സംഘം എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് സഹപ്രവർത്തകനായ രാജീവിനൊപ്പം പരിശോധനയ്ക്കെത്തിയ ദേവദാസിന് നേരെ മമ്മദ് വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദേവദാസ് ഏപ്രിൽ 3-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണമടഞ്ഞത്. 48 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ദൃക്സാക്ഷിയായ ഗാർഡ് രാജീവിന്റെ മൊഴി പ്രതിക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ നിർണായകമായി മാറി. നാദാപുരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അക്രമം നടത്തിയവരെ പിടികൂടി ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് SYSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചു. നിയമം കാടത്തമാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നാദാപുരത്ത് നിലനിൽക്കുന്നതെന്ന് പ്രതിരോധ സംഗമത്തിൽ സംസാരിച്ച നേതാക്കൾ പറഞ്ഞു. സമസ്ത ജില്ലാ സെക്രട്ടറി ഉമ്മർ ഫൈസി ധർണ ഉദ്ഘാടനം ചെയ്തു. ഷിബിൻ എന്ന യുവാവിന്റെ കൊലപാതകത്തെ തുടർന്നാണ് നാദാപുരം മേഖലയിൽ വൻതോതിൽ അക്രമങ്ങൾ അരങ്ങേറിയത്. പല വീടുകളിൽ നിന്നും സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളുമാണ് അന്ന് കൊള്ള ചെയ്യപ്പെട്ടത്. വീടുകൾക്കും വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാദാപുരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അക്രമങ്ങൾ നടത്തിയവരെയും അതിന് നേതൃത്വം കൊടുത്തവരെയും പിടികൂടി ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് SYSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചത്. അസൂയാലുക്കളായ ചിലരാണ് ഇന്ന് ഈ മേഖലയിലെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് SYS നേതാക്കൾ ആരോപിച്ചു. പ്രവാസികളെയും സാമ്പത്തികമായി സുസ്ഥിരതയുള്ളവരെയും തെരഞ്ഞുപിടിച്ച് കൊള്ള ചെയ്യുകയും ഇതിനെ പോലീസ് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നാദാപുരം മേഖലയിൽ പുലരുന്നതെന്ന വാദവും നേതാക്കൾ ഉന്നയിച്ചു. പോലീസിന് എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും
അക്രമങ്ങൾ നടന്ന സമയത്ത് തികച്ചും നിസ്സംഗതയോടെയുള്ള സമീപനമാണ് നാദാപുരത്ത് പോലീസ് സ്വീകരിച്ചത്. നാദാപുരത്ത് സമാധാനം പുലരുവാൻ SYS നടത്തുന്ന സമരത്തിന്റെ തുടക്കം മാത്രമാണ് ഇതെന്നും അധികാരികൾ ഈയൊരു കാര്യത്തെ ഗൌരവമായി കാണണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത സമസ്ത ജില്ലാ സെക്രട്ടറി ഉമ്മർ ഫൈസി പറഞ്ഞു. അവിടെ പോലീസുകാർ മുന്നിൽ നോക്കി നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരെ അവരോട് പെണ്ണുങ്ങളെ സങ്കടം പറഞ്ഞപ്പോൾ കൈയുയർത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴേ ഇറങ്ങി ഓടിക്കോ തടിയും കൊണ്ട് എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഇത് പറയാനാണോ ഇവിടുത്തെ പോലീസുകാർ? മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറെ നടന്ന നാദാപുരത്ത് മരിക്കുന്നതുവരെ സമാധാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും അത് നേടിയെടുക്കാനുള്ള സമരമാണ് SYS ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി CH മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ AT മുഹമ്മദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തി. CVM വാണിമേൽ, നാസർ ഫൈസി കൂടത്തായി, അബൂബക്കർ ഫൈസി മലയമ്മ, കുഞ്ഞാലൻകുട്ടി ഫൈസി, TPC തങ്ങൾ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ദേശീയപാത കൊയിലാണ്ടിയിൽ സബ് ഇൻസ്പെക്ടറെ ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ച 2 പേർ പോലീസിന്റെ പിടിയിൽ. ബൈക്കുമായി കടന്നുകളഞ്ഞ 2 യുവാക്കളെ വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ചയാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കൊയിലാണ്ടി SI P രാമകൃഷ്ണനെ ബൈക്കിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പാട് വടക്കേ ആഴിക്കൽ അർഷാദ്, തോയ്ബ ഹൌസിൽ മുഹമ്മദ് യാസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവങ്ങൂരിൽ വാഹന പരിശോധന നടത്തവെയാണ് സംഭവം. ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ SIക്ക് നേരെ ബൈക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. SIയുടെ കൈക്ക് തട്ടുകയും തെന്നിമാറിയതിനാൽ രക്ഷപ്പെടുകയുമായിരുന്നു. ഈ സമയം ബൈക്കിന് പിറകിലുള്ള മുഹമ്മദ് യാസിൻ SIയോടൊപ്പം ഉണ്ടായിരുന്ന MSPയിലെ സുമിത്തിനെ ചവിട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ സുമിത്തിനെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. ബൈക്കുമായി കടന്നുകളഞ്ഞ ഇവരുടെ മൊബൈൽ ഫോൺ MSPയിലെ ഉദ്യോഗസ്ഥനെ ചവിട്ടുന്നതിനിടയിൽ വീണ് നഷ്ടപ്പെട്ടു. ഫോൺ കിട്ടിയതിനെ തുടർന്നാണ് എളുപ്പത്തിൽ ഇവരെ പിടികൂടാനായതെന്ന് പോലീസ് പറഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും 308, 332 എന്നീ വകുപ്പുകൾ പ്രകാരം ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. നാദാപുരം പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിലെ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം P സതീദേവി ഉദ്ഘാടനം ചെയ്തു. നാദാപുരം പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിലെ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ച് അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചും യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം P സതീദേവി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ പോലീസിൽ നിന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കമായിരുന്നുവെന്നും ജാതി സംഘടനകളുടെ മുമ്പിൽ പോലീസ് മുട്ടുമടക്കിയതായും P സതീദേവി പറഞ്ഞു. നാദാപുരത്ത് നടന്നിട്ടുള്ള ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും അന്വേഷണത്തിന് നിയുക്തനാക്കപ്പെടാത്ത ജയ്സൺ CI എന്തിനു വേണ്ടിയിട്ടാണ് നാദാപുരത്തേക്ക് വരുന്നത്? KK ലതിക MLA, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MM പത്മാവതി, പാനൂർ തങ്കം, P നളിനി, ജാനമ്മ കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു. എക്സൈസ് മന്ത്രി K ബാബുവിനെതിരായ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നിഷ്പക്ഷമായി സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയവരുണ്ട്. അത്തരത്തിലുള്ള ഒരു ടീമിനെ എക്സൈസ് മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനും മറ്റ് 2 പേരുകൾ ആര് എന്ന് കണ്ടെത്താനും നിയോഗിക്കേണ്ടതാണ്. മന്ത്രിയെ മാറ്റി നിർത്തിയാവണം അന്വേഷണം നടത്തേണ്ടത്. ബാർ കോഴ ഇടപാടിന്റെ തുടക്കക്കാരൻ K ബാബുവാണ്. ബാബുവിലൂടെയാണ് കോഴ KM മാണിയിലെത്തിയത്. മന്ത്രി KV ഇബ്രാഹിം കുഞ്ഞിനെതിരായ ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ചും ഗൌരവപരമായ അന്വേഷണം നടത്തണം. മാന്നാറിൽ പാർട്ടി വിലക്കിയ പരിപാടിയിൽ VS പങ്കെടുത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംഘടനാ തത്വങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും പിണറായി പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങളുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ്
ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ഇന്ത്യ വിഷൻ ജീവനക്കാരുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ ചാനലുടമ മന്ത്രി ഡോക്ടർ MK മുനീറിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 5 മാസത്തോളമായി ശമ്പളം മുടങ്ങുകയും പിന്നീട് തൊഴിൽ രഹിതരാകുകയും ചെയ്ത ഇന്ത്യ വിഷൻ ചാനലിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ള ജീവനക്കാരുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ ഡോക്ടർ MK മുനീറിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തത്. രാവിലെ 11 മണിയോടെ മാവൂർ റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രി മുനീറിന്റെ ജാഫർ ഖാൻ കോളനിയിലെ വസതിക്കു സമീപം പോലീസ് തടഞ്ഞു. സ്വന്തം കുടുംബത്തിനു വേണ്ടി എന്ന പോലെ ആത്മാർത്ഥമായി ജോലി ചെയ്ത ഇന്ത്യ വിഷനിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ള തൊഴിലാളികളെ കബളിപ്പിക്കുകയാണ് ചാനൽ ഉടമകൾ ചെയ്യുന്നതെന്ന് KUWJ ആരോപിച്ചു. കടം വാങ്ങിയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നുമാണ് ജീവനക്കാർ ഭക്ഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 6 മാസത്തിലേറെയായി ഇത്തരത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അപ്പോഴൊന്നും പ്രശ്നത്തിൽ നേരാവണ്ണം ഇടപെടാൻ പോയിട്ട് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും ഡോക്ടർ മുനീർ തയ്യാറായിട്ടില്ല. അളവറ്റ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന ഡോക്ടർ മുനീർ പക്ഷേ അത് പ്രായോഗികമാക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്ന കാര്യം പോലും മറന്നു പോവുകയാണെന്നും യൂണിയൻ ആരോപിച്ചു. മാർച്ച് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ മുത്തൂറ്റ് അടക്കമുള്ള ഇന്ത്യ വിഷൻ ചാനലിന്റെ മറ്റ് ഡയറക്ടർമാരുടെ വസതികൾക്ക് മുന്നിലേക്ക് പ്രക്ഷോഭ പരിപാടികൾ കൊണ്ടുപോകുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. സമരത്തിന്റെ അടുത്ത ഘട്ടത്തിൽ മുനീറിന്റെ വസതി ഉപരോധിച്ച് കഞ്ഞിവയ്പ് സമരം നടത്തുമെന്നും അവർ അറിയിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, സംസ്ഥാന സെക്രട്ടറി C വിനോദ് ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി T ബാലനാരായണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വേദവൈദിക പാരമ്പര്യമുള്ള ശുകപുരം ഗ്രാമത്തിന് യജ്ഞപുണ്യം പകർന്ന് നടന്നുവന്ന സാഗ്നികം അതിരാത്രത്തിന് പരിസമാപ്തി. 12 ദിവസങ്ങളിലായി ഉയർന്ന വേദമന്ത്രോച്ചാരണങ്ങളാൽ ധന്യമായ യജ്ഞഭൂമി യാഗശാലയ്ക്ക് രാത്രി 8ഓടെ അഗ്നി പകരുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. 4 ദിവസമായി ഇടതടവില്ലാതെ നടക്കുന്ന ചടങ്ങുകൾക്കൊടുവിൽ കൽപ്പന പ്രായശ്ചിത്ത ഹോമവും നടക്കും. യജ്ഞത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായാണ് 1.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഈ ഹോമം നടത്തിയത്. അഗ്നിയെ അരണിയിലേക്ക് ആവാഹിച്ച ശേഷം മറ്റു ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് യാഗശാലയ്ക്ക് അഗ്നി പകരുക. ശുഗപുരത്തെ യജ്ഞശാലയിൽ കഴിഞ്ഞ ദിവസം വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഇതിന് സമീപത്തെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് ഭക്തർ മടങ്ങിയത്. കഴിഞ്ഞ ദിവസം തൃതീയ സവനം പൂർത്തിയായി. 10ാം ദിവസം പുലർച്ചെ 2-ന് ആരംഭിച്ച ക്രിയ 11ാം ദിവസമായ കഴിഞ്ഞ ദിവസവും തുടർന്നു. പത്നി യജമാനന്മാരും ഋതുക്കളും ആചാര്യന്മാരും പരികർമ്മികളും ഉറങ്ങാതെ ക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. 11ാം ദിവസം പ്രഭാതത്തോടെ മാധ്യന്തിന സവനക്രിയകൾ അവസാനിക്കുകയും തൃതീയ സവനക്രിയകൾക്കായി ഋതുക്കൾ ഉപവിഷ്ടരാവുകയും ചെയ്തു. ചൊവ്വാഴ്ച നടക്കുന്ന ചടങ്ങുകൾ വീക്ഷിക്കാൻ 10,000-ങ്ങളാണ് യജ്ഞശാലയിലേക്ക് ഒഴുകിയെത്തിയത്. അതിരാത്രത്തിലെ 21ാമത്തെയും അവസാനത്തേതുമായ ആശ്വിനം ശസ്ത്രം ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് ആരംഭിച്ചു. ഋഗ്വേദത്തിലെ അഗ്നി, ഉഷസ്, അശ്വിനി ദേവകൾ, സൂര്യൻ എന്നിവരെ സ്തുതിക്കുന്ന 1043 മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന അശ്വിനം ശസ്ത്രം ഹോതനാണ് ചൊല്ലുന്നത്. ഒരേ ഇരിപ്പിൽ ഇരുന്ന് ചൊല്ലേണ്ട ഈ ശസ്ത്രം പൂർത്തിയാകാൻ 4 മണിക്കൂർ സമയമെടുത്തു. അവസാന ഭാഗമായ സൗരമന്ത്രങ്ങൾ സൂര്യോദയത്തിന് ശേഷമാണ് ചൊല്ലിയത്. സൂര്യോദയത്തിന് വളരെ മുൻപ് തുടങ്ങി സൂര്യോദയത്തിന് ശേഷം അവസാനിക്കുന്ന സ്തുതിശസ്ത്രമുള്ളതുകൊണ്ടും രാത്രിയെ അതിക്രമിക്കുന്നതുകൊണ്ടുമാണ് അതിരാത്രമായി അറിയപ്പെടുന്നത്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലും ബാങ്കിങ്ങിലും ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷണങ്ങൾ വിശകലനം ചെയ്ത് മർക്കസ് അന്താരാഷ്ട്ര അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് നടന്നു. മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ നടന്ന പരിപാടി ജാമിയ മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ജാമിയ മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, പുതിയ പ്രവണതകളും വികസനങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടന്ന കോൺഫറൻസ് ജാമിയ മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. لنا
وللمسلمين ولغير المسلمين. മർക്കസും മലേഷ്യൻ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള അക്കാദമിക ഉടമ്പടിയുടെ ഭാഗമായാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. മലേഷ്യൻ യൂണിവേഴ്സിറ്റി അക്കാദമിക വിഭാഗം തലവൻ ഡോക്ടർ അഹമ്മദ് ബസ്രി ബിൻ ഇബ്രാഹിം, കർമ്മശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ ആസ്മിൻ മുഹമ്മദ് നൂർ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലും ബാങ്കിങ്ങിലും ലോകത്തിന്റെ ഏറ്റവും മികച്ച ഗവേഷണങ്ങൾ നടത്തുന്ന മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഈ പ്രമുഖർ ഇസ്ലാമിക് ഫിനാൻസിന്റെ പുതിയ വികസനങ്ങൾ ചർച്ച ചെയ്തു. ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ മലേഷ്യൻ വിജയകഥകളും വിശകലനം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഡോക്ടർ AB അലിയാർ, ഉമറുൽ ഫാറൂഖ് സഖാഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഇസ്ലാമിക് ബാങ്കിംഗ് പദ്ധതിക്ക് നിലവിലുള്ള തടസ്സങ്ങളും പരിഹാരങ്ങളും കോൺഫറൻസിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. ഇസ്ലാമിക് ഫിനാൻസിൽ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിവിധ കോഴ്സുകളും പരിപാടിയിൽ പരിചയപ്പെടുത്തി. പ്രേക്ഷകർക്ക് വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും ഒരുക്കി. മർക്കസ് ഡയറക്ടർ ഡോക്ടർ MAH ഹസ്ഹരി, C മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അമീർ ഹസൻ, ഡോക്ടർ ഷാജു ജമാൽ, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ അക്കാദമിക സമ്മേളനത്തിൽ സംസാരിച്ചു. C മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബൂബക്കർ നിസാമി, യാസിർ അറാഫ് നൂറാനി, ഉസാമ നൂറാനി, ഷമീം ലക്ഷദ്വീപ്, ഗസൽ റിയാസ് എന്നിവർ നേതൃത്വം നൽകി. പുതിയ കേരളം പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി RMP നേതാവ് KK രമ നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. NP പ്രതാപ് കുമാർ അധ്യക്ഷം വഹിച്ചു. പുതിയ കേരളം പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി RMP നേതാവ് KK രമ നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ജാഥയ്ക്ക് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോടും ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അഴിമതിക്കും അക്രമത്തിനുമെതിരായ തങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ജനം സ്വീകരിച്ചുവെന്നതിന്റെ തെളിവാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടമെന്ന് KK രമ പറഞ്ഞു. N വേണു മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രശേഖരൻ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ കുന്നൂരിൽ തടഞ്ഞു. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. ആ പ്രവേശിക്കില്ല എന്ന പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ തിങ്ങി നിറഞ്ഞ സദസ്യൻ ചന്ദ്രശേഖരന്റെ ഭാര്യ സഖാവ് രമ പ്രസംഗിക്കുന്നു. അവിടെ ഞങ്ങളെ തടയാൻ ഒരു പൊന്നുപോലും വന്നിട്ടില്ല, കഴിയില്ല. ജില്ലയിലെ 2ാം ദിവസത്തെ പര്യടനമായ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം. തുടർന്ന് മുക്കം, മാവൂർ എന്നിവിടങ്ങളെ സ്വീകരണം ഏറ്റുവാങ്ങി മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി. NP പ്രതാപ് കുമാർ അധ്യക്ഷം വഹിച്ചു. TL സന്തോഷ്, KS ഹരിഹരൻ, ജിജിത് സോമൻ, ജ്യോതിഷ് കുമാർ, അഭിലേഷ് തേഞ്ഞിപ്പലം എന്നിവർ സംസാരിച്ചു. ചെറുവണ്ണൂരിലായിരുന്നു ജാഥയുടെ കഴിഞ്ഞ ദിവസത്തെ സമാപനം. സ്റ്റുഡൻസ് പോലീസ് പദ്ധതി കോളേജ് തലത്തിലും നടപ്പിലാക്കണമെന്ന് സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് DIG P വിജയൻ. CNN IBN ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ P വിജയന് ഗുരുവായൂരപ്പൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷ്യം വിജയത്തിലെത്തിക്കാൻ കഠിന പ്രയത്നവും സന്ദേഹമില്ലാത്ത യാത്രയും അനിവാര്യമാണെന്ന് ഇന്റലിജൻസ് DIG വിജയൻ പറഞ്ഞു. CNN IBN ഇന്ത്യ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ P വിജയന് കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ നൽകിയ ആദരിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് P വിജയൻ. A പ്രദീപ് കുമാർ MLA പൊന്നാട അണിയിച്ചു. ശിലാഫലകം ഡോക്ടർ ശിവശങ്കരൻ സമർപ്പിച്ചു. KC ഉണ്ണിയനുജൻ സാമൂതിരി രാജ ഉപഹാര സമർപ്പണം നടത്തി. പ്രൊഫസർ T ശോഭേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ PC രതി തമ്പാട്ടി, ACP ജൈസൺ K എബ്രഹാം, മായാദേവി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, കട്ടയാട്ട് വേണുഗോപാൽ, ഡോക്ടർ രാമചന്ദ്രൻ, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിനവ്, KC ഫസ്ലുർ റഹ്മാൻ, V സജീവ്, ഈശ്വരൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പുതിയറ BM UP സ്കൂളിന്റെ 130ാം വാർഷിക ആഘോഷ പരിപാടികളും പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സ്കൂളിൽ നടന്നു.
വയനാട് മലബാർ പ്രദേശത്തെ CSI സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ സാജു ബെഞ്ചമിൻ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രസ്ഥാനമായ ജർമ്മൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥാപിച്ച സ്കൂളാണ് പുതിയറ BMUP സ്കൂൾ. 1884 സ്ഥാപിച്ച വിദ്യാലയം അറിവിന്റെ വെളിച്ചം വിതറിക്കൊണ്ട് 130 വർഷം പിന്നിടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിന്റെ വാർഷികാഘോഷവും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടന്നത്. സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് CSI സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് സാജു ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സക്കറിയ P. ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷനിലെ ശുചിത്വ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ പുതിയറ സ്വദേശി ബാലഗോപാലിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഹെഡ്മിസ്ട്രസ് നാൻസി പ്രമീള റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. പീപ്പിൾസ് വെൽഫെയർ സഹകരണ സംഘം അധ്യക്ഷൻ P. ദിവാകരൻ, കൌൺസിലർ K. ശ്രീകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സുദർശൻ വേലായുധൻ, EK. അബ്ദുള്ള, മുസമ്മിൽ, രാംദാസ്, CMK. പണിക്കർ, റനീഷ, PP. ബേബി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. മാനവിക സ്നേഹത്തിന്റെ പച്ചപ്പ് സംരക്ഷിക്കാൻ നാടുണർത്തി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സ്നേഹ സന്ദേശയാത്ര. ഛിദ്രശക്തികൾക്കെതിരെ നമ്മളൊന്ന് എന്ന മുദ്രാവാക്യമുയർത്തിയ ജാഥയ്ക്ക് കോഴിക്കോടൻ കലാ സാംസ്കാരിക ലോകം വരവേൽപ്പ് നൽകി. വർഗീയ ഫാസിസവും മതതീവ്രവാദവും നാടിനാപത്ത്, അന്ധവിശ്വാസത്തിൽ നിന്ന് മോചനം നേടുക എന്നീ മുദ്രാവാക്യങ്ങളുയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം നടത്തുന്ന നമ്മളൊന്ന് സ്നേഹ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് നഗരത്തിൽ സ്വീകരണം നൽകി. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ പര്യടനത്തിന് ശേഷമാണ് കോഴിക്കോട്ടെത്തിയത്. ടൗൺഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ K. ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കവി കൽപ്പറ്റ നാരായണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപരിതലത്തിലൂടെ കനമില്ലാതെ സഞ്ചരിക്കാൻ എനിക്കായില്ല. ആദ്യത്തെ ചുവടുവെപ്പിൽ തന്നെ ഞാൻ വെള്ളത്തിൽ താണു. പൂ വിരിയുന്നത് കണ്ടിട്ടില്ലേ? ആരെങ്കിലും ബലം പ്രയോഗിച്ചിട്ടാണ്. ഞാൻ പക്ഷേ കേടുവന്ന ഫാൻതിരിയും പോലെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് വിരിഞ്ഞു. നെറ്റിയിലെ വിയർപ്പ് നന്നായി തിളപ്പിച്ചതിൽ അപ്പം വേവിച്ചെടുത്തു. അത് 5000 പോയിട്ട് 5 ആൾക്ക് തുടങ്ങിയില്ല. എന്റെ ക്രിസ്തു. R. മോഹനൻ, മേലൂർ വാസുദേവൻ, KV. സക്കീർ ഹുസൈൻ, ജ്യോതിഷ്, വിനോദ് നമ്പ്യാർ, ജലീൽ വേങ്ങേരി, അനീഷ് മലയങ്കണ്ടി, സന്തോഷ് പാലക്കട എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ VN മുരളി, KEN കുഞ്ഞഹമ്മദ്, പുരുഷൻ കടലുണ്ടി MLA, രമേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സംഗീതശില്പം, നാടൻപാട്ട്, ഗാനമേള എന്നിവ അരങ്ങേറി. നിരൂപകരാൽ ക്രൂശിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു OV വിജയൻ എന്ന് സാഹിത്യകാരൻ ആശാ മേനോൻ. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ തപസ്യ സംഘടിപ്പിച്ച OV വിജയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആശാ മേനോൻ. നിരൂപകരാൽ ക്രൂശിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു OV വിജയൻ എന്ന് ആശാ മേനോൻ. വൈവിധ്യങ്ങളെ സാഹിത്യത്തിൽ കൊണ്ടുവന്ന എഴുത്തുകാരനായിരുന്നു OV വിജയൻ. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ തപസ്യ സംഘടിപ്പിച്ച OV വിജയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആശാ മേനോൻ. ആദ്യകാലത്ത് അവഗണിക്കപ്പെട്ട അദ്ദേഹം ഏറെ അസ്വസ്ഥനായിരുന്നു. വിജയൻ കേൾക്കത്ത പഴിയില്ല, ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ സാഹിത്യമാണോ, ധർമ്മപുരാണമൊക്കെ നോവലായി പരിഗണിക്കാൻ പറ്റുമോ എന്നെല്ലാമായിരുന്നു വിമർശനങ്ങൾ. നോവൽ, ചെറുകഥ, കോളമെഴുത്ത്, കാർട്ടൂൺ എന്നിവയിലൂടെ മലയാളത്തിൽ മറ്റൊരു എഴുത്തുകാരനും പോകാത്ത ഇടങ്ങളിൽ അദ്ദേഹം കടന്നു ചെന്നു. നൈതികതയുടെ കാര്യത്തിൽ CV രാമൻ പിള്ളയേക്കാളും മുകളിലാണ് വിജയന്റെ സ്ഥാനം. M. സുകുമാരൻ, ആനന്ദ് എന്നിവരെ പോലെ മുതിർന്ന പല എഴുത്തുകാർക്കുമില്ലാത്ത വൈവിധ്യത്തിന്റെ ഉടമയുമായിരുന്നു. മറ്റൊരു എഴുത്തുകാരനും പ്രകടിപ്പിക്കാത്ത തരത്തിൽ രാഷ്ട്രീയ ബോധം സൂക്ഷിച്ചു. ദാർശനിക വ്യഥയും ജനപ്രിയതയും സാഹിത്യത്തിൽ ഒരേ സമയം കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം. സന്തോഷം അല്ലെങ്കിൽ സ്വന്തം കൃതജ്ഞത തികച്ചും ഫലവത്തായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നിരുന്നു. എങ്കിലും ആ മുഹൂർത്തം ഒന്നും കണ്ടിട്ടില്ല. കണ്ടവര് വളരെയധികം ഭാഗ്യവാന്മാരാണ്. അവരുടെ വാക്കുകൾ കൂടി കേട്ട പോക്കിലേക്ക് അവർ തന്നെ പറയുണ്ടായി, പുരസ്കാരം സ്വീകരിക്കാൻ നേരിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ കൊണ്ട് സമർപ്പിക്കാന്നുള്ളതിൽ അതേപോലെ തന്നെ ആ പുരസ്കാരവും അതിന്റെ വലിയൊരു സമ്മതി നൽകുന്ന ഒരു ചടങ്ങിൽ P. ബാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഉള്ളൂർ M. പരമേശ്വരൻ, UP സന്തോഷ്, KK. വീരവർമ്മരാജ, MC. രാജീവ് കുമാർ, EP. ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിറ്റി കൺവെൻഷൻ CITU സെന്ററിൽ നടന്നു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി MV. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
ഏപ്രിൽ 7 കോഴിക്കോട് നടക്കുന്ന ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ മുഴുവൻ ലോട്ടറി തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് CATU ജില്ലാ സെന്ററിൽ ചേർന്ന ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CATU സിറ്റി കൺവെൻഷൻ തീരുമാനിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറിക്ക് മേലുള്ള സേവന നികുതി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി കേന്ദ്ര ധനബില്ലിൽ ഭേദഗതി വരുത്തണം. സേവന നികുതി പ്രാബല്യത്തിൽ വന്നാൽ ലോട്ടറി ഏജന്റുമാരും വിൽപ്പനക്കാരും ടിക്കറ്റ് ഒന്നിന് കേന്ദ്ര സർക്കാരിലേക്ക് 1.09 രൂപ മുതൽ 2.10 രൂപ വരെ നികുതി കൊടുക്കേണ്ടി വരും. സർക്കാരിന് വേണ്ടി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന വികലാംഗരടക്കമുള്ള 2 ലക്ഷത്തോളം പേരെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന നടപടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിറ്റി പ്രസിഡന്റ് PK ഹസൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് PK ശശി, ജില്ലാ സെക്രട്ടറി PR സോമൻ, യൂണിയൻ സിറ്റി സെക്രട്ടറി MC തോമസ്, P ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. സഹപാഠികളുടെ സ്വപ്നങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ മലപ്പുറം പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി നെഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നാടിന് തന്നെ മാതൃകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിരിച്ചെടുത്ത തുകയിൽ നിന്ന് അവരുടെ 2 സഹപാഠികൾക്കായി നിർമ്മിച്ചു നൽകിയത് 2 സ്നേഹവീടുകൾ. വീടുകളുടെ താക്കോൽദാന കർമ്മം മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച 8 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് പ്രിയ സഹപാഠികൾക്കായി സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഈ പുണ്യകർമ്മത്തിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപാഠികളോടുള്ള സ്നേഹവും കരുതലുമാണ് പ്രകടമാക്കിയിട്ടുള്ളതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ഇന്ന് ഇതിനു വേണ്ടി സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പോലും ഇതിലേക്ക് സംഭാവന നൽകുന്നു എന്നുള്ളത് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സഹപാഠിയോടുള്ള സ്നേഹവും ഒക്കെ കാണിക്കുന്നതാണ്. ചടങ്ങിൽ വെച്ച് തന്നെ 2 വീടുകളുടെയും താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് തെക്കേപ്പാട്ട്, വാർഡ് മെമ്പർ സക്കീന കോയ, സ്കൂൾ മാനേജർ P അബ്ദുൾ ലത്തീഫ് മദനി തുടങ്ങിയവർ സംസാരിച്ചു. ഒരേ സമയം 5 മൈതാനങ്ങളിൽ 10 ടീമുകൾ പോരടിക്കുന്ന ഗ്രാമീണ ലോകകപ്പിന് മലപ്പുറം തിരൂരങ്ങാടിയിൽ വിസിൽ മുഴങ്ങി. തിരൂരങ്ങാടി നവരക്കായ് പാടത്ത് അടുത്തടുത്ത സ്ഥലങ്ങളിലായി ഒരുക്കിയ മൈതാനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഗിന്നസ് നേട്ടം പ്രതീക്ഷിക്കുന്ന ഗ്രാമീണ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആവേശം പകരാൻ ഫുട്ബോൾ താരം IM വിജയനും മലപ്പുറത്തെത്തി. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പ്രതീക്ഷിച്ച ആസാദ് നഗർ നെവർ മൈൻഡ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 10 ടീമുകൾ ഒരേ സമയം പോരടിക്കുന്ന കാഴ്ച കാണാൻ പ്രവേശനം സൗജന്യമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏപ്രിൽ 5 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 64 ടീമുകൾ ഏറ്റുമുട്ടും. ദിവസവും രാത്രി 8-നും 9-നുമാണ് മത്സരങ്ങൾ. 10 ടീമുകളുടെ മത്സരം കഴിഞ്ഞാലുടൻ അടുത്ത 10 ടീമുകൾ മൈതാനത്തിലെത്തും. ഗ്രാമീണ ലോകകപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. ഫുട്ബോൾ മാന്ത്രികൻ IM വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇവിടെ വരാൻ പറ്റിയാലും ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു ഗിന്നസ് ബുക്കിൽ ഒരു ഇടം നേടത്തേന്ന് വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും മലപ്പുറത്തു നിന്നാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഗിന്നസ് ബുക്കിൽ വരത്തേന്ന് ജഗദീഷിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ആദ്യ മത്സരം ജോപ്പോൾ ആഞ്ചേരി, U ഷറഫ് അലി, CV പാപ്പച്ചൻ, KT ചാക്കോ, മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്ന് കിക്ക് ഓഫ് ചെയ്തു. അറിയിപ്പുകൾ 6 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ളവർക്കായി ആനന്ദ് ചെസ് അക്കാദമിയിൽ ഏപ്രിൽ 3-ന് സമ്മർ ചെസ് പരിശീലന ക്യാമ്പ് ആരംഭിക്കും. ഫോൺ 9447795045. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാദാപുരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ SYSന്റെ കളക്ടറേറ്റ് ഉപരോധം. പാറക്കടവ് ദാറുൽ ഹുദ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവം. അന്വേഷണത്തിലെ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ക്രൈംബ്രാഞ്ച് ഓഫീസ് മാർച്ച്. വനപാലകനെ വെടിവെച്ചു വന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര.